ശബരിമല വികസനത്തിൽ സുപ്രധാനമായ ശബരി റെയിൽ പദ്ധതി പ്രാരംഭ നടപടികൾ പോലും പൂർത്തിയാക്കാതെ ഇപ്പോഴും പ്രതിസന്ധിയിൽ തന്നെയാണ്. ജൂലൈയിൽ സ്ഥലമേറ്റെടുപ്പ് തുടങ്ങുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചെങ്കിലും അതിന്റെ റവന്യൂ നടപടി പോലും തുടങ്ങിയിട്ടില്ല. ശബരി റെയിൽപാതയെക്കുറിച്ചുള്ള ചർച്ചയില്ലാതെയുള്ള ആഗോള അയ്യപ്പ സംഗമം തന്നെ അപ്രസക്തമായി പോയി എന്ന വിമർശനവും ഉയരുന്നുണ്ട്. എന്ത് സഹായവും ചെയ്യാവുന്ന നിലപാടാണ് കേന്ദ്രത്തിനെന്നും കേരള സർക്കാരിനാണ് ഉദാസീനത എന്നുമാണ് BJPയുടെ ആരോപണം. ആഗോള അയ്യപ്പ സംഗമത്തെയും ബദൽ സംഗമത്തെയും ചൊല്ലിയുള്ള ചർച്ചകളും വിവാദങ്ങളും ചൂടുപിടിക്കുമ്പോൾ ശബരിമലയുടെ യഥാർത്ഥ വികസന പ്രവർത്തനങ്ങളുടെ സ്ഥിതി എന്താണ്? 28 വർഷങ്ങൾക്ക് മുൻപ് അനുമതി ലഭിച്ച ശബരിപാത ഇനി യാഥാർത്ഥ്യമാകുമോ എന്നതാണ് ചോദ്യം. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നടക്കം ദിവസങ്ങളോളം ഉറങ്ങാതെ അയ്യപ്പ ദർശനത്തിനായി റോഡ് മാർഗം യാത്ര ചെയ്യുന്ന ശബരിമല തീർത്ഥാടകർ അപകടത്തിൽപ്പെടുന്നത് ഒഴിവാക്കുന്നതിനാണ് 1997 അങ്കമാലി ശബരി റെയിൽവേ പാത നിർമ്മിക്കുന്നതിന് അനുമതി ലഭിച്ചത്. എന്നാൽ പദ്ധതിക്ക് സ്ഥലമേറ്റെടുക്കൽ നടപടിക്ക് റവന്യൂ ജീവനക്കാരെ നിയോഗിക്കുന്നതുൾപ്പെടെയുള്ള പ്രാരംഭ നടപടികൾ തുടങ്ങിയിട്ടില്ല. പമ്പയിൽ സർക്കാരും ദേവസ്വം ബോർഡും ചേർന്ന് നടത്തിയ ആഗോള അയ്യപ്പ സംഗമത്തിലും കേന്ദ്രവും സംസ്ഥാനവും ചെലവ് പങ്കിട്ട് പദ്ധതി നടപ്പിലാക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞെങ്കിലും നാളിതുവരെ സ്ഥലം ഏറ്റെടുക്കുന്നതിന്റെ മന്ത്രിസഭാ തീരുമാനം പോലും ഉണ്ടായിട്ടില്ല. പദ്ധതിക്കായി സംസ്ഥാനം പകുതി തുക ചെലവാക്കുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും പകുതി മുടക്കുന്നത് സ്ഥലം ഏറ്റെടുക്കുന്നതിലാണോ മൊത്തം പദ്ധതിയിലാണോ എന്ന കാര്യത്തിലും വ്യക്തതയില്ല. പദ്ധതി ചെലവ് പങ്കിടുന്നതിൽ റെയിൽവേയുമായി ത്രികക്ഷി കരാർ ഒപ്പിടുകയോ സ്ഥലമെടുപ്പ് പുനരാരംഭിക്കുന്നതിന് ഉത്തരവിടുകയോ ചെയ്തിട്ടില്ല. മുൻപ് പദ്ധതിക്ക് കല്ലിട്ട് തിരിച്ച സ്ഥലം ഭൂവുടമകൾക്ക് വിൽക്കാനോ ഈടുവെച്ച് ലോൺ എടുക്കാനോ കഴിയാത്ത സ്ഥിതിയുമാണ്. കേരളത്തിലെ മാറി മാറി വരുന്ന സർക്കാരുകളുടെ ഉദാസീനതയാണ് പദ്ധതി യാഥാർത്ഥ്യമാകാത്തതിന് കാരണമെന്നാണ് BJPയുടെ ആരോപണം. ശബരിമലയുടെ വികസനത്തിന് വേണ്ടിയിട്ട് എല്ലാ സഹായങ്ങളും കേന്ദ്ര സർക്കാർ കൊടുക്കാൻ തയ്യാറാണ്. പക്ഷേ സംസ്ഥാന ഗവൺമെൻറ്റോ ദേവസ്വം ബോർഡോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ അവിടെ നടത്തിയ ആഗോള അയ്യപ്പ സംഘം എന്ന പേര് നടത്തിയിട്ട് അവിടെ വികസനം കൊണ്ടുവരികയാണെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ യാതൊരുവിധ വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളോ ചർച്ചകളോ ഒന്നും നടന്നിട്ടില്ല. തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ചില പരിശ്രമങ്ങൾ മാത്രമാണ് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ശബരി റെയിൽവേ സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ നേരത്തെ മുതൽ തന്നെ തുറന്നൊരു സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. എന്ത് സഹായം ചെയ്യാനും കേന്ദ്ര സർക്കാർ തയ്യാറാണ്. പക്ഷേ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സ്ഥലം ഏറ്റുകൊടുക്കേണ്ടതും ആ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് സംസ്ഥാന ഗവൺമെൻറ്റാണ്. പക്ഷേ അവരുടെ ഭാഗത്തു നിന്ന് യാതൊരുവിധ സഹായവും ഈ കാര്യത്തിനുണ്ടാകുന്നില്ല. ശബരിമലയുടെ വികസനം എന്ന പേരിൽ സർക്കാർ നടത്തിയ അയ്യപ്പ സംഗമം വലിയ പ്രതീക്ഷയോടെയാണ് കണ്ടതെന്നും എന്നാൽ ശബരി റെയിൽ ചർച്ച ചെയ്യാത്ത സംഗമം അപ്രസക്തമായി എന്നും ശബരി റെയിൽവേ ആക്ഷൻ കൗൺസിൽ. ഏകദേശം 2.5 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തുടക്കം കുറിച്ച നിർദ്ദിഷ്ട ശബരി റെയിൽവേ പദ്ധതി എങ്ങും എത്താതെ കിടക്കുകയാണ്. ഇപ്പോൾ എത്രയും വേഗം ശബരി റെയിൽവേ പദ്ധതി യാഥാർത്ഥ്യമാക്കുവാനും അത് അയ്യപ്പഭക്തന്മാരുടെ യാത്രാക്ലേശത്തിന് ശാശ്വത പരിഹാരം ആകുകയും ചെയ്യും. സ്റ്റേറ്റ് ഗവൺമെൻറ് മുൻകൈ എടുത്തുകൊണ്ട് മറ്റുള്ള സംസ്ഥാനത്തെ മന്ത്രിമാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സംയുക്ത നിവേദന സംഘം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയെ കാണണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. സംഘപരിവാർ സംഘടിപ്പിച്ച ബദൽ സംഗമത്തിലും ശബരിപാത ചർച്ചയായില്ല. രാജ്യത്തിലെ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് റെയിൽപാത സജ്ജമാക്കാൻ കഴിയാത്തതിന് പിന്നിൽ കേന്ദ്രത്തിൻ്റെയും വീഴ്ചയുണ്ടെന്നാണ് ഉയരുന്ന വിമർശനം. ഒരിടവേളയ്ക്ക് ശേഷം സംസ്ഥാന രാഷ്ട്രീയം ശബരിമലയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ അധികമാരും ചർച്ച ചെയ്യുന്നില്ല ശബരി റെയിൽവേ പാതയെക്കുറിച്ച്. എന്നാൽ ശബരിമലയിൽ വിമാനത്താവളം മാത്രം യാഥാർത്ഥ്യമായാൽ പോരാ. ഇതര സംസ്ഥാനത്ത് നിന്നെത്തുന്ന ഭക്തരുടെ ചിരകാല സ്വപ്നമായ ശബരി റെയിൽവേ പാത കൂടി യാഥാർത്ഥ്യമാകണമെന്നാണ് ആവശ്യം. ക്യാമറമാൻ സഞ്ജയ് ഇക്ബാലിനൊപ്പം മനീഷ് മഹിവാൽ, 24 പത്തനംതിട്ട. പൊതുജനം കഴുതയല്ല സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.